ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത് ITS സർവേയറിൻ്റെ സെക്കൻഡ് ഇയറിലെ ഈ വർഷം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ ടാക്യോമെട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 50 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രൊസീജിയറാണ്. സർവേയറിൻ്റെ നമ്മുടെ ട്രേഡ് പ്രാക്ടിക്കലിൽ കോമൺ ആയിട്ട് ടാക്യോമെട്രിയിൽ ചെയ്യിപ്പിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണിത്. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഇങ്ങനെയാണ്: ഡിറ്റർമൈൻ ടാക്യോമെട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഇത് ഫീൽഡിൽ എങ്ങനെ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ പുതിയ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് ഔട്ട് എ സിമ്പിൾ കർവാണ്. ഓഫ്സെറ്റ് ഫ്രം ലോങ് കോഡ് എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ച് കർവ് സെറ്റ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ കർവ് സെറ്റ് ഔട്ട് ചെയ്യണ ഈ ഒരു ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ഇയറിൽ. അപ്പോൾ ഇതിനാണ് കൂടുതൽ മാർക്ക്, 120 മാർക്കാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഡാറ്റാസ് തന്നിട്ടുണ്ട്, ഡിഫ്ലക്ഷൻ ആംഗിൾ തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഓഫ്സെറ്റ് ഫ്രം ലോങ് കോഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് മിക്ക ടൈമിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ലോങ് കോഡ് മെത്തേഡ് വെച്ച് കർവ് സെറ്റ് ഔട്ട് ചെയ്യണത് എപ്പോഴും അതിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കൂടി ഞാൻ താഴെ കൊടുക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഡ്രോയിങ് ആണ്. ഫസ്റ്റ് ഇയറിൽ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യണ പോലെ പ്രൊജക്ഷൻ കൺസ്ട്രക്ട് ചെയ്യണ ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ട് സിലിണ്ട്രിക്കൽ ഈക്വൽ ഏരിയ പ്രൊജക്ഷൻ. അപ്പോൾ സിലിണ്ട്രിക്കൽ ഈക്വൽ ഏരിയ പ്രൊജക്ഷൻ ആണ്. ഈ ഒരു പ്രൊജക്ഷൻ യൂസ് ചെയ്യണത് ഇക്വേറ്ററിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ തന്നിട്ടുണ്ട്, വലിയ സ്കെയിലാണ്. പിന്നെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഇൻ്റർവെൽ 15 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ വൈവയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ്റെ ആൻസർക്ക് ഞാൻ നൽകാം. ഇതാണ് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ. ഈ സെയിം ക്വസ്റ്റ്യൻ, ഈ ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. RFും സെയിം ആണ്, സെയിം ക്വസ്റ്റ്യൻ ആയിട്ടും സെയിം ഇൻ്റർവെല്ലായിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ റേഡിയസ് സ്കെയിലൊക്കെ ചെയ്യണം. ഈ ഒരു പ്രൊജക്ഷൻ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ ഒരുപാടുണ്ട്. സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ കൺസ്ട്രക്ഷൻ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് സർവേയറിൻ്റെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഒരു എക്സാമിൻ്റെ ടൈമിലായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ സെക്കൻഡ് ഇയറിൽ കോണ്ടൂറിങ്ങും കർവും ഇതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറ്, റിപ്പീറ്റ് ചെയ്ത് വരാറ്. പക്ഷെ കോണ്ടൂറിങ്ങിലെ ക്വസ്റ്റ്യൻ ഇത്തവണ ചോദിച്ചിട്ടില്ല, അത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളിപ്പോൾ സർവേയർ സെക്കൻഡ് ഇയർ ആണോ ഫസ്റ്റ് ഇയർ ആണോ എന്ന് താഴെ കമൻറ്റ് ചെയ്യാം. പുതിയ വീഡിയോയിൽ കാണാം. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് കൂടി ഞാൻ കൊടുക്കാം താഴെ.